810 ഡ്രോണുകൾ, 4 ബാലിസ്റ്റിക് മിസൈലുകൾ, 9 ക്രൂയിസ് മിസൈലുകൾ ഇത്രയുമാണ് ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ പതിച്ചത്. റഷ്യ സംഹാര താണ്ഡവം പുറത്തെടുത്തു. അവരുടെ സംഹാര രൂപം പുറത്തെടുത്തു. സെലൻസ്കി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ മരണമടഞ്ഞു റഷ്യൻ ആക്രമണത്തിൽ. സെലൻസ്കിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെ ആക്രമണം ഉണ്ടായി. സെലൻസ്കിയുടെ പാർലമെന്റിന് നേരെ ആക്രമണം ഉണ്ടായി. പല മിസൈലുകളും തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തതായി ഉക്രൈൻ അവകാശപ്പെട്ടെങ്കിലും വലിയ നാശനഷ്ടമാണ് ഉക്രൈന് സംഭവിച്ചത്. നിരവധി കെട്ടിടങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി. പാർലമെന്റിന് കാര്യമായ കേടുപറ്റി. അങ്ങനെ റഷ്യ അമേരിക്കയ്ക്ക് ചുട്ട മറുപടി കൊടുത്തു. ട്രംപിനുള്ള മറുപടി എന്നോണമാണ് 810 ഡ്രോണുകളും 4 ബാലിസ്റ്റിക് മിസൈലുകളും 9 ക്രൂയിസ് മിസൈലുകളും ഉക്രൈനിലേക്ക് തൊടുത്തുവിട്ടത് റഷ്യ. തങ്ങളുടെ ആക്രമണം വിജയം കണ്ടതായി റഷ്യ അവകാശപ്പെട്ടു. ഉക്രൈൻ പാർലമെന്റും സെലൻസ്കിയുടെ വീടും ആക്രമിച്ചതോടുകൂടി ഒരു കാര്യം വ്യക്തമായി: റഷ്യയുടെ ലക്ഷ്യം ഇനി സെലൻസ്കിയാണ്. ഒരു ശക്തിക്കും സെലൻസ്കിയെ രക്ഷിക്കാൻ ആവില്ല എന്ന് റഷ്യ തെളിയിച്ചു. റഷ്യയ്ക്ക് മേൽ അതേസമയം ഉപരോധം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഉപരോധം കടുപ്പിച്ച് എത്ര ഉപരോധം കടുപ്പിച്ചാലും തങ്ങൾ ആക്രമിക്കും എന്ന് റഷ്യ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ട്രംപും പുടിനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ട്രംപിൻ്റെ സമാധാന ഉടമ്പടി അംഗീകരിക്കാൻ പുടിൻ തയ്യാറായില്ല. സെലൻസ്കിയും തയ്യാറായില്ല. ഇതോടുകൂടി ഉക്രൈൻ യുദ്ധം അനന്തമായി നീളും എന്നുള്ളത് ഉറപ്പായി. റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അതിന് പ്രതികാരമായാണ് അതിശക്തമായ ആക്രമണം റഷ്യ നടത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളെല്ലാം റഷ്യയുടെ ആക്രമണം, വിദേശ മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം റഷ്യയുടെ സംഹാര താണ്ഡവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും യുദ്ധത്തിൽ റഷ്യ വലിയൊരു മേൽക്കൈ നേടിയിരിക്കുന്നു. അവരുടെ ആയുധങ്ങളുടെ മികവ്, ആയുധങ്ങളുടെ കണിശത ഒക്കെ തെളിഞ്ഞിരിക്കുന്നു. ഉക്രൈൻ്റെ പാർലമെന്റ് പോലും ആക്രമിച്ചതിലൂടെ ഉക്രൈൻ പ്രധാനമന്ത്രി സെലൻസ്കി സുരക്ഷിതനല്ല എന്ന് കൃത്യമായി റഷ്യ കാണിച്ചു കൊടുത്തു. ഇനിയും ആക്രമണം ഉണ്ടാകും എന്നാണ് റഷ്യ പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള ആക്രമണം കടുപ്പമേറിയതായിരിക്കും എന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. റഷ്യ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി റഷ്യയിലേക്ക് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത് തകർത്ത് തരിപ്പണമാക്കി. ഉക്രൈൻ തങ്ങൾക്ക് ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് റഷ്യ വലിയ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള യുദ്ധത്തിൽ ഏറ്റവും ശക്തമായ ഒരു ആക്രമണമാണ് റഷ്യ നടത്തിയത്. റഷ്യയുടെ കയ്യിലുള്ള ആയുധങ്ങൾ ആവനാഴി പോലെയാണ് എന്നിപ്പോൾ തെളിയിച്ചു. ഒഴിയാത്ത ആവനാഴി. എത്ര ആയുധങ്ങൾ റഷ്യയ്ക്കുണ്ടെന്നുള്ളത് ഇപ്പോഴും അവ്യക്തം അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും. ഉക്രൈന് ആയുധങ്ങൾ കൊടുത്ത് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിച്ച അമേരിക്കയ്ക്ക് കൂടിയുള്ള ഒരടിയാണ് പുടിൻ ഈ ആക്രമണത്തിലൂടെ കൊടുത്തത്. സെലൻസ്കി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അങ്ങനെ എല്ലാം കൊണ്ടും റഷ്യ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. റഷ്യ ഗർജിച്ചിരിക്കുന്നു. ഇത്രയും ഡ്രോണുകൾ, 810 ഡ്രോണുകൾ ഉക്രൈനിലേക്ക് പതിച്ചു എന്ന് തന്നെയാണ് റഷ്യ പറയുന്നതെങ്കിലും ഉക്രൈൻ പറയുന്നത് അവരുടെ എയർ ഡിഫൻസ് സംവിധാനം പല ഡ്രോണുകളെയും നിർവീര്യമാക്കി എന്നതാണ്. 4 ബാലിസ്റ്റിക് മിസൈലുകളും 9 ക്രൂയിസ് മിസൈലുകളും അയച്ചു എന്ന് റഷ്യ പറയുമ്പോൾ അതെല്ലാം നിർവീര്യമാക്കിയെന്ന് ഉക്രൈൻ അവകാശപ്പെടുന്നു. പക്ഷേ ഉക്രൈൻ്റെ പാർലമെന്റ് മന്ദിരത്തിന് കേടുണ്ട്. സെലൻസ്കിയുടെ ഔദ്യോഗിക വസതിക്ക് കേടുണ്ട്. മാത്രമല്ല നിരവധി കെട്ടിടങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. റഷ്യ തോൽക്കാൻ തയ്യാറല്ല എന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നു.